സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശ്രീകുമാരൻ തമ്പിയും രംഗത്ത്. ഇനി സാഹിത്യ അക്കാദമിയുമായി സഹകരിക്കില്ല, അവാർഡുകൾ വാങ്ങില്ല, സാഹിത്യ അക്കാദമി വ്യക്തി കേന്ദ്രീകൃതമായി മാറിയിരിക്കുന്നു, അവസരമുണ്ടാക്കി സച്ചിദാനന്ദൻ തന്നെ അപമാനിക്കുകയായിരുന്നുവെന്നതാണ് ശ്രീകുമാരൻ തമ്പിയുടെ പരാതി. അദ്ദേഹം അക്കാര്യം തുറന്നു പറയുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ മാതൃഭൂമി ന്യൂസിനോട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് ശേഷം അതേപോലെ തന്നെ സാഹിത്യ അക്കാദമിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ സച്ചിദാനന്ദം എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് ക്ലിഷേ ആയതുകൊണ്ടാണ് എടുക്കാത്തതെന്ന്. ഇതെന്തുകൊണ്ട് ഇന്നലെ വരെ എന്നോട് പറഞ്ഞില്ല? ഞാനിത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവരെ എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല? എന്നെ അറിയിച്ചില്ല. എന്നെ അറിയിക്കേണ്ട മര്യാദ അവർക്കില്ലേ? അപ്പം എൻ്റെ പാട്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ താങ്കളുടെ പാട്ടുകൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു ഒരു കടമ അവർക്കുണ്ട്. അവർ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ പാട്ട് അബൂബക്കർ എന്നോട് പല്ലവിയിൽ ചെറിയ മാറ്റം വരുത്തിയാൽ നന്നായിരിക്കും, ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ രണ്ടാമത് സാർ ഇതേ പാട്ട് തന്നെ പല്ലവി മാറ്റി എഴുതിയിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ മാറ്റി എഴുതി കൊടുത്തു. ഞാൻ പല്ലവി ആദ്യ 4 വരികൾ മാറ്റി എഴുതി കൊടുത്തു. അപ്പം അത് ഞാൻ എന്തെഴുതിയാലും ക്ലിഷേ എന്നാണ് പിന്നെ സച്ചിദാനന്ദൻ പറയുന്നത്. പക്ഷെ ജനങ്ങളങ്ങനെ പറയുന്നില്ലല്ലോ. സച്ചിദാനന്ദൻ പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. സച്ചിദാനന്ദൻ പാട്ടുകൾ വലിയ ആഗ്രഹമാണ്. കാരണം ഉമ്പായിയുടെ പുറകെ നടന്നിട്ട് ഒരു പാട്ട് എഴുതിയിട്ട് ഉമ്പായി കൊണ്ട് പാടിച്ച് അങ്ങനെ ആസ്വദിച്ച ആളാണ്. അപ്പോൾ ഏത് ഭാഗത്ത് തിരിഞ്ഞാലും ശ്രീകുമാരൻ പാട്ടിങ്ങനെ ആദ്യം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ദുഃഖം വരും. കുറ്റപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് എഴുതാൻ ആഗ്രഹമുണ്ട്. പണ്ട് നമ്മുടെ ഈ വൃത്തത്തിൽ കവിത എഴുതാത്ത മഹാരഥന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു വിമർശിക്കുന്നവർ. പക്ഷെ അവരിപ്പോൾ എല്ലാം ഇപ്പോൾ പാട്ട് സിനിമയ്ക്ക് പാട്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട്. സിനിമയ്ക്ക് പാട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് പാട്ട് എഴുതാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പോപ്പുലായിട്ട് ആരും ആഗ്രഹിക്കാത്തത്. അപ്പം എൻ്റെ വരികൾ എന്ന് പറയുന്നത് ഒരു കാര്യം അത് മനസ്സിലാക്കുക. എൻ്റെ വരികൾ കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ ഏറ്റുപാടുന്നുണ്ട്. സച്ചിദാനന്ദൻ എത്ര വരികൾ കേരളത്തിൽ ജനങ്ങൾ പാടുന്നുണ്ട്? സച്ചിദാനന്ദൻ ഏതെങ്കിലും 4 വരി ആരെങ്കിലും ഓർമ്മിച്ച് ചൊല്ലു 50 വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും? അക്കാദമി അപ്പം സച്ചിദാനന്ദൻ കൈയടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? സംശയം എന്താണ്? സച്ചിദാനന്ദൻ്റെ തീരുമാനം അല്ലെ അബൂബക്കറും സച്ചിദാനന്ദനും കൂടെ തന്നെ ഒരു രമ്യതയിലല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ ഈ സംഭവം തന്നെ. കാരണം എൻ്റെ പാട്ട് സ്വീകരിച്ചില്ല എന്നെ അറിയിക്കേണ്ടത് അബൂബക്കറിൻ്റെ കടമയാണ്. അബൂബക്കറെ ചെയ്തില്ലെന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സച്ചിദാനന്ദൻ അബൂബക്കറെ കുറ്റം പറഞ്ഞിരിക്കുക. അത് എൻ്റെ പാട്ട് സ്വീകരിക്കുന്നില്ല എന്നുവരെ എന്നെ അറിയിക്കേണ്ടത് അബൂബക്കറിൻ്റെ കടമയാണെന്ന്. അപ്പോൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നില്ല അർത്ഥം. അതുപോലെ ഈ അവിടുന്ന് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ചില പുസ്തകങ്ങളിൽ LDF ഭരണത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് എന്തൊരു പരസ്യം പോലും കൊടുത്തിരുന്നു കുറേ പുസ്തകങ്ങളിൽ. അതിനെക്കുറിച്ച് ആരോപണം വന്നപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സച്ചിദാനന്ദൻ എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. ഈ പിന്നെ അബൂബക്കറെ സ്കേപ്പ് ഔട്ട് ആക്കുകയാണോ എനിക്കറിയില്ല. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബിലിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് യൂട്യൂബിലിടും. ഞാനത് ജനങ്ങൾക്ക് ഇപ്പോൾ കേരള ഗാനം എഴുതണം എന്നോട് പറയുമ്പോൾ ഞാൻ എഴുതുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. കേരള ഗവൺമെൻറ് വേണ്ടി എഴുതാൻ പറയുമ്പോൾ ഞാൻ എഴുതുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. കേരള ഗവൺമെൻറ് വേണ്ടി ഞാൻ എഴുതുന്നു എന്ന് പറയുമ്പോൾ സഖാവ് പിണറായിക്ക് വേണ്ടിയോ സഖാവ് സജി ചെറിയാനോ എഴുതുന്നതല്ല അർത്ഥം. ആദ്യ വരികൾ കുറച്ച് മാറ്റണം, നന്നായിരിക്കുമെന്ന് അബൂബക്കർ പറഞ്ഞപ്പോൾ സച്ചിദാനന്ദൻ എനിക്ക് മെസ്സേജ് അയച്ചു. താങ്കൾ എത്രയോ മനോഹരമാകാൻ കഴിയിട്ടുണ്ട്, താങ്കൾക്ക് എഴുതാൻ കഴിയും എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഇതെല്ലാം ക്ലിഷയാണെന്ന് പറയുന്നത്. അതുപോലെ സ്വീകരിക്കാൻ പറ്റാത്ത പദം, ഏത് പദമാണ് സ്വീകരിക്കാൻ പറ്റാത്ത പദവാ പാട്ടിൽ? ഒരൊറ്റ പദം പോലും സ്വീകരിക്കാൻ കഴിയാത്തതായിട്ടില്ല. അത്ര ലളിതവും നമ്മളെല്ലാവരും ആരും പ്രയോഗിക്കാത്തൊരു പുതിയ പ്രയോഗം അതിനകത്തില്ല. പിന്നെ ക്ലീഷയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകണം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ വേറെ രീതിയിൽ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് എഴുതിയത്. അതിന് തുടക്കം ഇങ്ങനെ: ഹരിതഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം, സഖ്യഗിരിതൻ ലാളനയിൽ വിലസും കേരളം, ഇളനീരിൻ മധുരമൂറും എൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം. ഇതിലേതാണ് ക്ലിഷയായിട്ടുള്ള വാക്ക്? ഇളനീരാണോ? സച്ചിദാനന്ദ മലയാളിയല്ല. അപ്പോൾ ഇതിന് ക്ലീഷേ പദം ഏതാണെന്നുള്ളത് അവർ പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അങ്ങനെ പറയുന്നില്ല. ചില വാക്കുകൾ സ്വീകാര്യമല്ല. ഏത് വാക്ക്? അങ്ങനെ ഒരു വാക്ക് എൻ്റെ വരികളില്ല. അപ്പോൾ മുഴുവൻ വരികളും പുറത്തു വരുമ്പോൾ നിങ്ങൾ അറിയുമല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഈ പാട്ട് എന്തായാലും അധികം താമസിയാതെ തന്നെ യൂട്യൂബിൽ വരും. അപ്പം ജനങ്ങൾ തീരുമാനിക്കും. സാഹിത്യ അക്കാദമി അപ്പം ഈ പറയുന്ന പോലെ തന്നെ രാഷ്ട്രീയ കേന്ദ്രീകൃതമാകുന്നുണ്ട്, വ്യക്തി കേന്ദ്രീകൃതമാകുന്നുണ്ട്, ഒരാൾ അതിനെ കൈയടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അതെ, അതിന് രാഷ്ട്രീയ സഹായം ഉപയോഗിക്കുന്നു. ഇപ്പം തന്നെ ശ്രീകുമാരൻ തമ്പിയോടുള്ള പ്രതികാരം ചെയ്യാനായിട്ട് മാർക്സിസം
ഇത്ര പ്രയോജനപ്പെട്ടു വന്നു. കാരണം മാർക്സിസ്റ്റ് ആണല്ലോ അദ്ദേഹം, അതുകൊണ്ടാണല്ലോ ഈ പാർട്ടി അദ്ദേഹത്തെ വിളിച്ച് ചെയർമാനാക്കിയിരിക്കുന്നത്. സജി ചെറിയാൻ ഇനി പ്രശ്നപരിഹാരത്തിനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താ? ഇനി പ്രശ്നം പരിഹരിക്കാൻ ഒക്കെ ഇല്ലല്ലോ, ഹരിയാനയുടെ പാടെടുത്തില്ലേ, പിന്നെ പ്രശ്നം പരിഹാരം ഇല്ലല്ലോ.